ഓഡിബിൾ ആണല്ലോ അല്ലേ? വിൻഡോ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫ്യൂഷനെ കുറിച്ചാണ്. അപ്പൊ ഡിഫ്യൂഷന്റെ കേൾക്കുന്നുണ്ടല്ലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഗൗരി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, കാണുകയും ചെയ്യാമല്ലോ. ആ സാർ കാണാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിഫ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഡിഫ്യൂഷന്റെ ഷേപ്പും എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അതിൽ ഒരു പർട്ടിക്കുലർ വേവ് ഫോം എടുത്തു, അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തതിന്റെ ലെങ്ത് എൽ ബാർ ആയിരുന്നു അല്ലെ? എക്സ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എക്സ് ആണ്. അപ്പൊ ആ എക്സ് ആക്സിസിൽ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഓരോ സെഗ്മെന്റിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് എൽ ബാർ ആയിരുന്നു. എൽ ബാർ എന്ന് വെച്ചാൽ മീൻ ഫ്രീ പാത്ത് ആയിരുന്നു അല്ലെ? എൽ ബാർ എന്ന് വെച്ചാൽ മീൻ ഫ്രീ പാത്ത് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒരു സെഗ്മെന്റിൽ എത്രയെന്ന് പറഞ്ഞു. നെറ്റ് പോകുന്നത് പകുതിയാണെന്ന് പറഞ്ഞു. ഒരു വശത്ത് നിന്ന് ഒരു വശത്തോട്ട് പോകും പകുതി അല്ലെ? മൊത്തത്തിൽ എത്ര ഉണ്ടായിരുന്നോ അതിന്റെ പകുതി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ബാക്കി പകുതി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോ N1 ഇതിൽ ഫൈ ഓഫ് എക്സ് അല്ലെ? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഫ്ലക്സ് ബൈ ഏരിയ ആണെന്ന് ഡിസ്കസ് ചെയ്തു. ഫ്ലക്സ് ബൈ ഏരിയ, ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ ടൈമിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഏരിയ ആകുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അതൊക്കെ ഡിസ്കസ് ചെയ്തേണ്ട പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫ്ലക്സ് ഇലക്ട്രോൺ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഫ്ലക്സ് പെർ ഏരിയ ആണ്. ഇലക്ട്രോൺ ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ ടൈം അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ? ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം ഇതിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലക്സ് ഡെൻസിറ്റി ആകുമ്പോൾ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം പെർ ഏരിയ ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്നിട്ട് അതില് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ എൽ ബാർ ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഫൈ ഓഫ് എന്നിന്റെ ഇക്വേഷൻ വരെയാണ് നമുക്ക് ലാസ്റ്റ് ക്ലാസ് കിട്ടിയത്. ഓക്കെ, ഫൈ ഓഫ് എൻ സിമിലർലി ഫൈ ഓഫ് ടിയും കിട്ടി. ഫൈ ഓഫ് എൻ ഓഫ് എക്സ്, ഫൈ എൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഫൈ പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഹോളോ ആണല്ലോ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡിഫ്യൂഷൻ കറണ്ട് ആണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ കറണ്ടിന്റെ കേസിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി വരെ കിട്ടി. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി വരെ കിട്ടി. അപ്പോൾ ഇനി ഫ്ലക്സ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഫ്ലക്സ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് എന്തറിയാം? കറണ്ട് I is equal to Q ടോട്ടൽ ചാർജ് ബൈ T. ഇത് ടോട്ടൽ ചാർജ് ആണ്. ടോട്ടൽ ചാർജ് എന്ന് വെച്ചാൽ നമ്പർ അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയെങ്കിൽ ഇലക്ട്രോൺ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു ഇറ്റ്സ് ചാർജ് അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു ഇറ്റ്സ് ചാർജ് N into Q ഡിവൈഡഡ് ബൈ T എന്ന് കിട്ടും അല്ലെ? I is equal to ടോട്ടൽ ചാർജ് ബൈ ടൈം ആണ്. അപ്പോ മൊത്തം നമുക്ക് ഒരെണ്ണത്തിന്റെ ചാർജ് സ്മോൾ ക്യൂ ആണ്. അപ്പോൾ സ്മോൾ ക്യൂ ആണ്, മൊത്തം n എണ്ണം ഉണ്ട് അല്ലെ? n എണ്ണം ഉണ്ടെങ്കിൽ n into Q ആകുമ്പോൾ ടോട്ടൽ ചാർജ് കിട്ടും. n into Q ബൈ T ആണ് I എന്ന് പറയുന്നത് ആണല്ലോ. I എന്ന് വെച്ചാൽ n into Q ബൈ T ആണ്. ഇനി J എന്ന് വെച്ചാൽ എന്താണ്? J is equal to കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റി J is equal to
I divided by A. ആർക്കും സംശയമില്ലാത്ത കാര്യം. കറണ്ട് ഡെൻസിറ്റി I is equal to J by A is equal to N into Q. Q എന്ന് വെച്ചാൽ ചാർജ് ആണ്, അത് പ്ലസോ മൈനസോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും, അത് ഞാൻ പറയാം. N into Q divided by T. J is equal to N into Q divided by T. ഒരു എയും കൂടെ ഉണ്ട് അല്ലെ, I N into Q by T എന്ന് പറയുന്നത് I by A ആണ്. എന്തെന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി J എന്ന് വെച്ചാൽ N into Q divided by T into A ആണല്ലോ. ഇനി നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കാം. ഫ്ലക്സ് ഡെൻസിറ്റി ഇതാ നോക്കിയേ. ആദ്യം ഞാൻ ഫ്ലക്സിന്റെ കാര്യം പറയാം. അതാ നോക്കിയേ, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ N ഉണ്ട്, N by T into A അല്ലെ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? N നമ്പർ ഓഫ് ഇലക്ട്രോൺ N ഉണ്ട്, ബൈ ടൈം ഉണ്ട്, ഇൻറ്റു A ഉണ്ട്. അപ്പൊ N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A ആണ് എന്തെന്ന് പറയുന്നത്? ഫൈ N of X അല്ലെ. അപ്പോ ഫൈ N of X അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? N ഇൻറ്റു N ഒരു സെക്കൻഡ് ഇത് ഫ്ലക്സിനെ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. അപ്പൊ N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A. N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A എന്താണ്? ഫൈ എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി N ഇൻറ്റു T ബൈ A. അപ്പൊ നോക്കിയേ, ഇവിടെ N ഉണ്ട്, N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A. അപ്പൊ ഇത് ഇത്രയും സാധനം എന്താണ്? N ഇൻറ്റു T ബൈ A എന്താണ് നമുക്ക് കിട്ടിയത്? ഇറ്റ് ഈസ് ഈ റൗണ്ട് ഇട്ടിരിക്കുന്ന സാധനം എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഫൈ ആണ്. ഇപ്പൊ ഇലക്ട്രോണിന്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിൽ ഫൈ N അല്ലെ. ഇപ്പൊ ഈ സാധനത്തിന് ഫൈ N ഇൻറ്റു ചാർജ്. ഇവിടെ ചാർജ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് -Q ആണ്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ചാർജ് എന്താണ്? -Q ആണ്, -Q ആണ്. അപ്പോ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയും ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു ചാർജ്. ഇത് ഫ്ലക്സ് മൾട്ടിപ്ലൈഡ് ബൈ ചാർജ്. ഇതാ ഈ സെന്റൻസ് നോക്കി, ഫ്ലക്സ് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ചാർജ് ഓഫ് പാർട്ടിക്കിൾ ഗീവ്സ് കറണ്ട് ഡെൻസിറ്റി. അത് തന്നെയാണ് നമുക്ക് ഇതാ ഇവിടെ മനസ്സിലായത് അല്ലെ. N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ഇൻറ്റു ചാർജ് അല്ലെ. ഇൻറ്റു ചാർജ് ഗീവ്സ് ദി കറണ്ട് ഡെൻസിറ്റി. അപ്പൊ കറണ്ട് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഫ്ലക്സ് ഓഫ് ഇലക്ട്രോൺ ഫൈ N ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ -Q ആണ്. സോ JN ഡിഫ്യൂഷൻ അല്ലെ. JN ഇവിടെ ഡിഫ്യൂഷന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ JN ഇസ് ഈക്വൽ ടു -Q ഇൻറ്റു ഫൈ ഓഫ് N ആണ്. അപ്പൊ -Q ഇൻറ്റു ഫൈ ഓഫ് N എങ്ങനെ കിട്ടിയെന്നുള്ള റിലേഷൻ ആണ് ഇവിടെ എഴുതിയത്. J ഇസ് ഈക്വൽ ടു I ബൈ A ആണ്. I എന്ന് വെച്ചാൽ I ഇസ് ഈക്വൽ ടു N ഇൻറ്റു Q ആണ് അല്ലെ. ശ്രദ്ധിക്കുക, I ഇസ് ഈക്വൽ ടു Q ബൈ T ആണ്. Q എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ആണ്. ടോട്ടൽ ചാർജ് ആകുമ്പോൾ ഒരു ചാർജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, സിംഗിൾ പാർട്ടിക്കിളിനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ Q സിംഗിൾ പാർട്ടിക്കിളിന്റെ ചാർജ് സ്മോൾ Q ആണെങ്കിൽ മൊത്തം എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് നോക്കും. അപ്പൊ N ഇൻറ്റു Q ഗീവ്സ് ദി ടോട്ടൽ ചാർജ് Q അല്ലെ. അപ്പോ N ഇൻറ്റു Q ഡിവൈഡഡ് ബൈ T ഇൻറ്റു A എന്ന് കിട്ടി. ഇതിൽ N ബൈ T ഇൻറ്റു A എന്ന് പറയുന്നതിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെ കിട്ടി? ഇതാണ് സംഭവം. ഇക്വേഷൻ എന്താണ്? ഇതാണ് N ഡിവൈഡഡ് ബൈ T ഇൻറ്റു A, അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? N ഡിവൈഡഡ് ബൈ T ഇൻറ്റു എക്ക് വരാൻ ഫൈ എഴുതി, ഇൻറ്റു ചാർജ് ഗീവ്സ് ദി ജനറൽ ഇക്വേഷൻ, ഇൻറ്റു ചാർജ് ഗീവ്സ് ദി കറണ്ട് ഡെൻസിറ്റി. അപ്പൊ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഹോൾസ് ആകുമ്പോൾ ഫ്ലക്സ് ഇൻറ്റു ചാർജ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? -Q ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈ Nന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ -Q ഇൻറ്റു ഇക്വേഷൻ -Q ഇൻറ്റു -dN ഇൻറ്റു dN ഓഫ് X ബൈ dx എന്ന് കിട്ടും. അപ്പോ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കുമ്പോൾ JN ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്തു -dN ഇൻറ്റു dN ബൈ dx. ഇവിടെ ഒരു -Q ഉണ്ട്. അപ്പൊ മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്? JN. ഇവിടെ ഡിഫ് എന്ന് കൊടുത്തിരിക്കുന്നത് ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി എന്നാണ്. ഇവിടെ വരെ നമ്മൾ ഫ്ലക്സും ബാക്കി എല്ലാ കാര്യവും ഡിഫ്യൂഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ
Jn diffusion is equal to Q into dn by dx. Similarly, current density of hole same equation തന്നെയാണ് 5p into 5p എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഹോൾസ്. p എന്ന് വെച്ചാൽ ഹോൾ ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഹോൾ ഇൻറ്റു ചാർജ് ഓഫ് ഹോൾ. ചാർജ് ഓഫ് ഹോൾ നമുക്കറിയാം പോസിറ്റീവ് ആണ്, ഇറ്റ് ഈസ് q ആണ്. അപ്പോൾ 5p യുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. 5p is equal to 5p യുടെ ഇക്വേഷൻ എന്താണ്? 5p is equal to ഇതാണ് ഇക്വേഷൻ അല്ലേ. 5p is equal to minus dp into dp of x by dx. അപ്പോൾ minus dp into dp of x by dx into q. So equation will be minus q into dp by dx. ഇതുവരെ നമ്മൾ കിട്ടിയത് കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കറണ്ട്. കറണ്ട് ചോദിച്ചാൽ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ മതി. സ്പെസിഫൈലി കറണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു എ അല്ലെ. കറണ്ട് ഡെൻസിറ്റിയുടെ കൂടെ ഇൻറ്റു എ കൊടുത്താൽ നമുക്ക് കറണ്ട് കിട്ടും. അപ്പൊ ഇതിന്റെ കൂടെ എ കറക്റ്റ് ആയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് IN ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു QA dn into dn of x dn by dx. ഇവിടെ ഒരു എയും കൂടെ വരും. ഏതാണ് ചോദിക്കുന്നതെങ്കിൽ കറണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ I കറണ്ട് ഓഫ് ഹോൾ അല്ല സോറി കറണ്ട് ഓഫ് ഇലക്ട്രോൺ അതാണ് IN ഡ്യൂ ടു ഡിഫ്യൂഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? Q into എയും കൂടെ വരും. ഒരു A into dn by dx കിട്ടും. സിമിലർലി കറണ്ട് ഡെൻസിറ്റി ആയതുകൊണ്ട് ഒരു എയുടെ കുറവുണ്ട്. കറണ്ട് ഡെൻസിറ്റി ചോദിച്ചാൽ QA into Q minus QA into dp by dx ആണ്. ഇതിൽ ഓരോ ടേംസും നമുക്ക് ഫെമിലിയർ ആണ്. dp ഒക്കെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലെ. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് dp എന്ന് പറയുന്ന സാധനം അല്ലെ. dn ആണെങ്കിൽ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. dp എന്ന് വെച്ചാൽ ഹോൾ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് ഡിഫ്യൂഷന്റെ കറണ്ട് കിട്ടി. ഇനി ടോട്ടൽ കറണ്ട് കൂടെ ഇവിടെ അവസാനം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഡ്രിഫ്റ്റിന്റെ കേസ് നമ്മൾ എപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു? ഫസ്റ്റ് മോഡ്യൂളിൽ ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു അല്ലെ? ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ എന്തായിരുന്നു? അപ്പൊ ടോട്ടൽ കറണ്ട് ആണ് ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ. സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ ഒരു സെമി കണ്ടക്ടർ കേസിൽ രണ്ട് എഫക്ട്സ് ആണുള്ളത്. ഒന്ന് ഡ്രിഫ്റ്റ്, ഒന്ന് ഡിഫ്യൂഷൻ. ഒന്ന് ഡിഫ്യൂഷൻ ഒക്കെ ചെയ്യുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കാരണോ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കാരണവും ഡ്രിഫ്റ്റ് ഒക്കെ അറിയുന്നത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. നമ്മൾ ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിച്ചായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെയാണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സിമിലർലി കോൺസെൻട്രേഷന്റെ വ്യത്യാസം കാരണം ഉണ്ടാവുന്ന കറണ്ടിനെയാണ് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ടിന്റെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി ദി സം ഓഫ് ഡ്രിഫ്റ്റ് കറണ്ട് ആസ് വെൽ ആസ് ഡിഫ്യൂഷൻ കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുകയും ഡിഫ്യൂഷൻ കറണ്ട് ഇപ്പം പഠിക്കുകയും ചെയ്തു. സോ ദി ടോട്ടൽ കറണ്ട് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കറണ്ട്. ഇവർ കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് എന്ന് പറയുന്നതിന് കറണ്ട് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഓഫ് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സം ഓഫ് ഡ്രിഫ്റ്റ് പ്ലസ് ഡിഫ്യൂഷൻ. ഓക്കെ. അപ്പോ ഇലക്ട്രോണിന്റെ കേസിൽ J of x എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഒരു ടേം കൂടെ ഉണ്ട്. അത് സേവ് ചെയ്തതാണ്. പക്ഷേ സേവ് അല്ല, വരച്ചാണ് സേവ് ചെയ്ത് ശരിയായില്ല. ഇവിടെ ഒരു N എന്ന് പറഞ്ഞൊരു ടേം കൂടെ ഉണ്ട്. ഓക്കെ. ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡ്രിഫ്റ്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് ആണ് ഡ്രിഫ്റ്റ് കറണ്ട് വഴിയുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് NQ മ്യൂ വേറെ സൈൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ NQ മ്യൂ ഇ എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടിയത്. വേറെ N is the എന്താണ്? ഇപ്പൊ നമ്പർ ആണ്. അപ്പൊ ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ എന്നിനെ N ആയിട്ട്, നമ്പർ ഓഫ് ഇലക്ട്രോണിനെ എന്നിനെ N ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഹോൾ ആണ് വരുന്നതെങ്കിൽ ഇതിന് പറയാം. ഇപ്പൊ ഇതാണ് ജനറൽ ഇക്വേഷൻ ആയിട്ട് പഠിക്കാൻ എളുപ്പത്തിനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ N എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ ആണ്. അവിടെ നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഫൈനൽ റിസൾട്ട് കിട്ടിയതാണ്. അപ്പൊ NQ മ്യൂ ഇ തന്നെയാണ് രണ്ടിനും കിട്ടുന്നത്. അപ്പൊ ഇത് ഇലക്ട്രോണിന്റെ ആകുമ്പോൾ NQ മ്യൂ ഇയും, ഹോളിന്റെ ആകുമ്പോൾ PQ മ്യൂ
അപ്പൊ ഹോൾ ആകുമ്പോൾ മ്യൂ പി ഇൻറ്റു ഇ വരും, ഇ ഇസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആകുമ്പോൾ എൻ വരും, ക്യൂ വരും, മ്യൂ എൻ ഇൻറ്റു ഇ. അത് നിങ്ങളെ ഡെറിവേഷൻ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓർക്കാൻ എളുപ്പത്തിന് രണ്ടും പോസിറ്റീവ് തന്നെയാണ് അല്ലെ, രണ്ടും പോസിറ്റീവ് തന്നെയാണ്. ആ ഡെറിവേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളവർക്ക്. രണ്ടും പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ എൻ ക്യൂ മ്യൂ ഇ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്നത് എൻ എന്ന് വെച്ചാൽ നമ്പർ ആണ്. അപ്പൊ എന്നിന് വരെ പി കൊടുക്കുന്നു, ക്യൂ ക്യൂ തന്നെ, ബാക്കി ഇ തന്നെ. ഇനി മ്യൂ മൊബിലിറ്റി ആണ്, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോണും മൊബിലിറ്റി ഓഫ് ഹോൾ എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാത്തിനും വേരിയേഷൻ കൊടുക്കുന്നത്. നമ്പർ എന്നിന് വ്യത്യാസമില്ല, ക്യൂ ചാർജിന് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. ഇനി മൊബിലിറ്റി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു അപ്ലൈഡ് ഡിഫ്യൂഷൻ, ഡിഫ്യൂഷന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് മൊബിലിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡും വ്യത്യാസമുണ്ട്. ക്ലിയർ ആവുക? ഓക്കെ. അപ്പൊ നോക്കിയേ, മ്യൂ എന്നിന് വ്യത്യാസമുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് എക്സ് ആൾസോ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഇനി ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചതായി തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ ആണ്. ഏതാണ്? ഇത് ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ ക്യൂ എ ഡി എൻ, ഇവിടെ ജെ എൻ അല്ലേ, അപ്പൊ ക്യൂ ഡി എൻ ഇൻറ്റു ഡി എൻ ബൈ ഡി എക്സ്, ക്യൂ ഡി എൻ ഇൻറ്റു ഡി എൻ ബൈ ഡി എക്സ്. സിമിലർലി കറന്റ് ഡെൻസിറ്റി ഡ്യൂ ടു ഹോൾസ് ഇതേപോലെ കിട്ടും. എൻ ക്യൂ മ്യൂ എൻ ഇ ക്യൂ വരാം, പി ഇ ക്യൂ മ്യൂ പി ഇൻറ്റു ഇ. പിന്നെ ഡിഫ്യൂഷൻ കാരണമുള്ള കറണ്ട് ഡെൻസിറ്റി ഇവിടെ ഉണ്ട്, അവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് പഠിക്കുക, സൈനിന്റെ വ്യത്യാസം ആലോചിക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മളെ മനസ്സിൽ ഇലക്ട്രോൺ ആകുമ്പോ ഒരു നെഗറ്റീവ് വരുമല്ലോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ ഇവിടെ തിരിച്ചാണ്. അതുകൊണ്ട് കറണ്ട് ഡെൻസിറ്റി ആലോചിക്കുക, തിരിച്ചാണ് വരുന്നത്. എന്താണ് തിരിച്ചു വരുന്നത്? ഇലക്ട്രോണിന്റെ കറണ്ട് ഡെൻസിറ്റിക്ക് നെഗറ്റീവ് സൈനും ഇല്ല, ഹോളിന്റെ കറണ്ട് ഡെൻസിറ്റിക്ക് നെഗറ്റീവ് സൈനും ഉണ്ട്. അതൊന്ന് പ്രത്യേകം ഓർക്കുക. അതെന്താണ് വരുന്നത് എന്നുള്ള ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോണിന്റെ കേസിൽ നെഗറ്റീവ് വരുമെന്നൊരു ചിന്ത വരും. പക്ഷെ കറണ്ട് ഡെൻസിറ്റിയുടെ കേസിൽ, ഇലക്ട്രോണിന്റെ കേസിൽ എന്താണ്? ഇലക്ട്രോണിന്റെ കേസിൽ പോസിറ്റീവും വരും, ഹോളിന്റെ കേസിൽ നെഗറ്റീവ് വരും. കറണ്ട് ഡെൻസിറ്റി മനസ്സിൽ ഇപ്പോഴേ വയ്ക്കുക. കറണ്ട് ഡെൻസിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ട് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ്, ഹോൾസ് പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് തോന്നും. പക്ഷെ കറണ്ട് ഡെൻസിറ്റിയുടെ കേസിൽ ഇതിന് മാറ്റം ഉണ്ടാകും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ആലോചിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പല സെഗ്മെന്റ്സ് ഉണ്ടാവും, പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡ്രിഫ്റ്റിനെയും മൊത്തത്തിൽ സെഗ്മെന്റ് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന്. അതൊരു വലിയ ഒരു ഡെറിവേഷൻ ആണ്. എസ് എ ആയിട്ട് തന്നെ ചോദിക്കും, ഡയറക്റ്റ് ചോദിക്കും, എസ് എ ആയിട്ട് തന്നെ ചോദിക്കും വരുന്നെങ്കിൽ. അപ്പൊ ഇവിടുത്തെ മൊത്തം സെഗ്മെന്റ് നമുക്കറിയാം N1 പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. N1 കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ N1 ഇൻറ്റു അവിടുത്തെ വോളിയം ഇറ്റ് ഈസ് N1 L ബാർ എ ആണ്, അടുത്ത N2 L ബാർ എ ആണ്. പെട്ടെന്ന് പറയണം കേട്ടോ, ജസ്റ്റ് റിവിഷൻ ആണ്. അപ്പോൾ ഇതിന്റെ പകുതി റൈറ്റ് സൈഡിലോട്ട് പോകും, പകുതി ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. 2ന്റെ അതേപോലെ തന്നെ പകുതി വലതോട്ട് പോകും, പകുതി ലെഫ്റ്റിലോട്ട് പോകും. അപ്പൊ മൊത്തത്തിൽ ഇവിടെ വലതോട്ട് പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 1 റൈറ്റ് സൈഡിലോട്ട് വരുന്നത് മൈനസ് 2 ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം കിട്ടും. അങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം കിട്ടി അല്ലെ, എഫക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടി. ഫ്ലക്സിന്റെ ഇക്വേഷൻ, ഫ്ലക്സ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് എഴുതിയിരിക്കുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി ഫ്ലക്സ് ബൈ ഏരിയ. അതായത് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ബൈ ടൈം. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ ബൈ ടൈം ഇൻറ്റു ഏരിയ ആണ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി N1 മൈനസ് N2 എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ആദ്യത്തെ കോൺസെൻട്രേഷൻ N ഓഫ് എക്സ് എടുത്താൽ അടുത്തത് കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ, ഡെൽറ്റ എക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്തത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു ഓരോന്ന് ഇത്ര ലെങ്ത് ഉണ്ട്. അടുത്തത് ഇവിടെ ഇപ്പോ ഒരെണ്ണം ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണ് എടുക്കുന്നെങ്കിൽ ഈ മദ്യം തൊട്ട് അടുത്ത മദ്യം വരെയുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആയിട്ട് എടുത്തു. N1 മൈനസ് N2 എന്ന് വെച്ചാൽ N ഓഫ് എക്സ് മൈനസ് N ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഓഫ് എക്സ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഡിഫറൻഷ്യൽ ഫോമിലോട്ട് ആക്കി മാറ്റാൻ. ഡിഫറൻഷ്യൽ ഫോമിലോട്ട് ആക്കി മാറ്റി. ഡെൽറ്റ എക്സ് നമുക്കറിയാം ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ L ബാർ ആയിരുന്നു. മീൻ ഫ്രീ പാത്ത് ആണ് ഓരോന്നിന്റെ ലെങ്ത് എന്ന് പറയുന്നത്.
ഒരു സെഗ്മെന്റ് ലെങ്ത് എൽ ബാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരെണ്ണത്തിന്റെ മിഡിൽ തൊട്ട് അടുത്ത മിഡിൽ വരെ എന്ന് പറയുന്നത് എൽ ബാർ തന്നെ ആയിരിക്കും. നമ്മളിവിടെ ഡെൽറ്റ എക്സ് ആയിട്ടാണ് എടുത്തിരുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് ഈസ് ഡെഫിനറ്റ്ലി ഈക്വൽ ടു എൽ ബാർ ആണെന്ന് എഴുതി. എൽ ബാർ അവിടെ കൊടുത്തു. അതിൽ നിന്ന് ഫൈ എൻ ഓഫ് എക്സ് നമുക്ക് കിട്ടി. ആ ഫൈ എൻ ഓഫ് എക്സും ഫൈ പി ഓഫ് എക്സും കിട്ടിക്കഴിഞ്ഞു. കറന്റ് ഡെൻസിറ്റിയും ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നത്. ഫ്ലക്സ് ഡെൻസിറ്റിയും കറന്റ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? J is equal to നമുക്കറിയാം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ചാർജ് എന്ന് കിട്ടി. അത് തന്നെയാണ് ഇതായി എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ കേസിൽ ചാർജ് മൈനസ് ക്യൂ ആണ്, ഡിഫ്യൂഷന്റെ കേസിൽ ചാർജ് പ്ലസ് ക്യൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് ജെ എന്നിന്റെ വാല്യൂ ക്യൂ ഡി എൻ ഡി എൻ ബൈ ഡി എക്സ്, ജെ പിയുടെ മൈനസ് ക്യൂ. അപ്പൊ അത് ഓർക്കുക. ഇലക്ട്രോണിന്റെ കേസിൽ ഒരു പ്ലസ് സൈനും വന്നിരിക്കുന്നു, ഹോളിന്റെ കേസിൽ ഒരു മൈനസ് സൈനും വന്നിരിക്കുന്നു. മൊത്തത്തിലുള്ള ആകുമ്പോൾ ഡിഫ്യൂഷൻ പ്ലസ് ഡ്രിഫ്റ്റ് ഉണ്ടായിരിക്കും. ഡിഫ്യൂഷൻ പ്ലസ് ഡ്രിഫ്റ്റ് അവിടെ ഉണ്ടാവും. ഡിഫ്യൂഷൻ പ്ലസ് ഡ്രിഫ്റ്റിനെയാണ് കൂടെ ചേർത്താണ് മൊത്തത്തിൽ കറണ്ട് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ പഠിക്കാൻ വളരെ എളുപ്പം. എൻ ക്യൂ മ്യൂ ഇ എന്ന് പഠിച്ചു വെക്കുക. എൻ ക്യൂ മ്യൂ ഇ എന്ന് ജനറലൈസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇവിടത്തെ എൻ നമ്പർ ആണ്, ഇവിടെ ക്യൂ ആണ്. ഇവിടെ സൈൻ ഒന്നും കൊണ്ട് കൺവേർട്ട് ചെയ്യാതെ വെച്ചാൽ എളുപ്പ വഴി വെച്ച് പറഞ്ഞു തരുന്നതാണ്. അല്ല ഡെറിവേഷൻ എടുക്കുമ്പോൾ അവിടെ എല്ലാ കൺവെൻഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എൻ ക്യൂ മ്യൂ എൻ ഇ ആണ്. അപ്പൊ ഇവിടെ എൻ എന്ന് വെച്ചാൽ ഹോളിന്റെ കേസ് പറയുമ്പോൾ എന്നിന് വരെ പി കൊടുക്കും, ക്യൂ ക്യൂ തന്നെ, മ്യൂ എന്നിന് വരെ മ്യൂ പി കൊടുക്കും. ബാക്കിയെല്ലാം സെയിം തന്നെ കിട്ടും. അപ്പൊ അത് കിട്ടിയത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടും. ജെ ഇസിക്കൽ ജെ എൻ ഓഫ് എക്സ് പ്ലസ് ജെ പി ഓഫ് എക്സ്. ജെ എൻ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, ജെ പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഓവറോൾ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ ഓർ ഓവറോൾ ഇക്വേഷൻ ഓഫ് കറണ്ട്. അപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞ് തന്നെ എഴുതണം. എക്സാമിന് കറണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെൻസിറ്റി ചെയ്ത ഒരു വിഷമം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എന്ത് ചെയ്യണം? ഒരു ഡിഫ്യൂഷന്റെ കേസ്, നമുക്ക് ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഐ എൻ ഇസിക്കൽ ടു 2a dn ഇൻറ്റു ഡി എൻ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉള്ളതാണ്. കുറച്ച് അസംഷൻ അല്ല സോറി, ഒബ്സർവേഷൻ. ഓക്കെ, കുറച്ച് ഒബ്സർവേഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് അറിയുന്നത്. ഡ്രിഫ്റ്റും ഇതും വെച്ച് ഇത് വരച്ച് വേണം നമ്മൾ അഥവാ ഒരു എസ് എ ചോദിക്കുകയാണെങ്കിൽ നിർത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ്, ഇതാണല്ലോ ഡയറക്ഷൻ. ഇതാണ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ടെർമിനൽ ഇങ്ങോട്ട് സെയിം ഡയറക്ഷൻ കിട്ടി ആണല്ലോ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇത് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും നോക്കാം. ഡ്രിഫ്റ്റിന്റെ കേസാണ്. ഈ രണ്ട് കേസേ ഇതിന് നോക്കാവുള്ളൂ. കാരണം ഡ്രിഫ്റ്റ് കറണ്ടിന്റെ കേസ് ഇത് രണ്ടെണ്ണമാണ്. ഇത് രണ്ടുമാണ് ഡ്രിഫ്റ്റ്. പോസിറ്റീവ് ടെർമിനൽ അപ്പൊ നമുക്ക് ഇതായി ഇവിടെ ഒരു സെമി കണ്ടക്ടർ കൂടെയാണ് ഈ സാധനം പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സെമി കണ്ടക്ടർ. ഇവിടെ പോസിറ്റീവ് ടെർമിനലിലെ ഈ സെമി കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവിന് എന്ത് സംഭവിക്കും? പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ടെർമിനലാണ് സെമി കണ്ടക്ടറിൽ കൊടുത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കും? പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരേ സ്വഭാവം അല്ലെങ്കിൽ ഒരേപോലത്തെ രണ്ടുപേരെ തമ്മിൽ അടിയായിരിക്കും അല്ലെ? ഒരേപോലത്തെ രണ്ടുപേരും തമ്മിൽ റിപ്പൽ ചെയ്യും, ഒരിക്കലും പോകത്തില്ല. ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലെ അട്രാക്ട് ചെയ്യുള്ളൂ, നമുക്കറിയാവുന്ന കേസാണ്. അപ്പോ ഒരു പോസിറ്റീവ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഇവിടുത്തെ ഒരു പോസിറ്റീവ് ഉണ്ട്. എന്ത് സംഭവിക്കും? ഇവിടുത്തെ പോസിറ്റീവായ ഹോളിനെ തള്ളി വിടും. ദാറ്റ് മീൻസ് ഡ്രിഫ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ്. 5p എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ആണ് അല്ലെ? ഡ്രിഫ്റ്റ് ഓഫ് ഏതാണ്? ഡ്രിഫ്റ്റ് ഓഫ് ഹോൾസ് അല്ലെങ്കിൽ 5p എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഹോൾസ് ആണ് അല്ലെ? ഹോൾസിന്റെ ഡ്രിഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ഹോൾസ് പോകുന്നത്. കാരണം എന്താണ്? പോസിറ്റീവ് ചാർജ് പോസിറ്റീവിനെ തള്ളിവിടും. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് വരുന്നത്, പോസിറ്റീവ് ചാർജ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടായിരിക്കും ഹോൾസിനെ തള്ളിവിടുന്നത്. സോ ദി ഡ്രിഫ്റ്റ് ഓഫ് ഹോൾസ് അല്ലെ? ഡയറക്ഷൻ ഫ്ലക്സ് ഓഫ് ഹോൾസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെയാണ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഹോൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് ഹോളും സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഹോളിന്റെ ഡയറക്ഷന്റെ അതേ ഡയറക്ഷനിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ 5p ഇങ്ങോട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും JP ഡ്രിഫ്റ്റ് ഇതേ ഡയറക്ഷനിലായിരിക്കും, കാരണം രണ്ടും ഒരേ ഡയറക്ഷൻ. സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ തന്നെ ഒരു പോസിറ്റീവ് ടെർമിനൽ കൊടുത്തു. പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് പറ്റും? ഓപ്പോസിറ്റ് സാധനമാണ്. ഓപ്പോസിറ്റ് സാധനത്തിന് ഇങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവും. സോ ഡ്രിഫ്റ്റ് ഓഫ് എന്താണ് holes will be in this direction. Drift of holes will be in this direction. Holes, drift of electrons. അപ്പോൾ drift of electrons എന്തായിരിക്കും? പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സംശയമില്ല, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോവുമെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ദി കറണ്ട് ഡ്യൂ ടു ഡ്രിഫ്റ്റ് വിൽ ബി the current due to electron in the case of drift will be also in this direction. സംശയമില്ലായിരുന്നു. അപ്പൊ ഈ രണ്ട് സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വൺ വി ആർ ഡീലിംഗ് വിത്ത് ഡിഫ്യൂഷൻ. ഇത് രണ്ട് ഡിഫ്യൂഷന്റെ കേസാണ്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷന്റെ കേസിൽ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഹയർ കോൺസെൻട്രേഷൻ, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ ആയിരുന്നു, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇവിടെ നോക്കിയാൽ φn ഓഫ് എക്സ്, φn എക്സ് എന്ന് വെച്ചാൽ dn ഇൻറ്റു നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? dn ഇൻറ്റു മൈനസ് dn ഓഫ് എക്സ് ബൈ dx അല്ലേ? φn ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ? സെയിം സാധനം φn ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് വേണമെങ്കിൽ നമുക്ക് പ്ലസ് dn ഇൻറ്റു മൈനസ് dn ഓഫ് എക്സ് ബൈ dx എന്ന് പറഞ്ഞത് ഇവിടെ മൈനസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ φn ഓഫ് എക്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് നെഗറ്റീവ് സൈൻ അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ചിന് ഒരു നെഗറ്റീവ് സൈൻ ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് സൈൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെഗറ്റീവ് വന്നാൽ ഇറ്റ് ഈസ് ഡിക്രീസിങ് ഓഫ് കോൺസെൻട്രേഷൻ. അതായത് φn ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് φn ഓഫ് എക്സ് അനുസരിച്ച് കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ് അല്ലെ? ഒരു മൈനസ് വന്നതിന്റെ അർത്ഥം മൈനസ് നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അല്ലെ, കഴിഞ്ഞ ഡെറിവേഷനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് മൈനസ് d ബൈ dx വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വാല്യൂ ആണല്ലോ. അപ്പൊ ഇവിടെ φn ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ is equal to minus of dn of x by dx. dn of x by dx എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെ? എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് സൈൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ φn ഓഫ് എക്സിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു അല്ലെ? തിരിച്ചു പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന അനുസരിച്ച് φn ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നു ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. നോക്കിയേ, φn ഓഫ് എക്സ് അല്ല, ഇപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നത് ഈ വശത്തോട്ടാണ് അല്ലെ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നത്. സോ φn ഓഫ് എക്സ് അല്ലെങ്കിൽ φn വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. കാരണം എന്താണ്? ഡിക്രീസ് മൈനസ് ആണ് അല്ലെ? φn നോക്കിയേ, φn എന്ന് വെച്ചാൽ φn ഈസ് പ്രൊപ്പോർഷണൽ. അങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. φn ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് dn ഓഫ് എക്സ് ബൈ dx. അല്ലെങ്കിൽ നമുക്ക് പറയാം φn എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അതായത് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന അവിടെയാണ് φn ഓഫ് എക്സ് ഉള്ളത് അല്ലെ? അതായത് φn ഓഫ് എക്സ് ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? നമുക്ക് പറയാം φn ഓഫ് എക്സ് ഈ ഡയറക്ഷൻ ആണെങ്കിൽ φn ഓഫ് എക്സ് എങ്ങനെയാണ് ഡിപ്പെൻഡിങ് ഓൺ കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. അപ്പോൾ φn ഓഫ് എക്സ് ഇങ്ങോട്ടാണെങ്കിൽ കോൺസെൻട്രേഷൻ വിൽ ബി ആൾസോ ഡിക്രീസിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. സിമിലർലി 5p ഓഫ് എക്സ് നോക്കിയേ, 5p ഓഫ് എക്സിനും അതേപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു dp ഇൻറ്റു മൈനസ് dp ഓഫ് എക്സ് ബൈ dx. ദാറ്റ് മീൻസ് 5p ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ്. അപ്പോ
ഫൈവ് പി ഓഫ് ഡിഫ്യൂഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ തിരിച്ചാണ് പറഞ്ഞത്, കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ ഫൈ എൻ ഓഫ് എക്സ് ഫൈ എന്നും ആ ഡയറക്ഷൻ തന്നെ. കോൺസെൻട്രേഷൻ ഓഫ് പി എക്സ് ഇങ്ങോട്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ ഫൈവ് പി ഓഫ് ഡിഫ്യൂഷനും ആ സൈഡിലോട്ട് തന്നെയാണ് ഉള്ളത്. കാരണം എന്താണ്, ഫൈ എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ ഫൈ എൻ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷനും അതേ ഡയറക്ഷനിലാണ്. ഫൈവ് പി ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് മനസ്സിലായാലും ആ ഇക്വേഷൻ ആലോചിക്കുക. ഇക്വേഷനിൽ മൈനസ് ഉള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്, ഇറ്റ് ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ഫൈവ് പി ഓഫ് എക്സ്. അപ്പൊ ഫൈവ് പി ഓഫ് എക്സ് ഇങ്ങോട്ടാണ്, അപ്പൊ ഹോളിന്റെ ഫ്ലോ ഇങ്ങോട്ടാണെങ്കിൽ that means it is decreasing with respect to n of x. Similarly, diffusion ഇങ്ങോട്ടാണെങ്കിലും it is decreasing with respect to ഇതാണ്. അപ്പോ ഇനി ബാക്കി ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ ഇങ്ങോട്ടാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ, ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഹോൾസ് ഇങ്ങോട്ട് ഫ്ലോ എങ്കിൽ കറണ്ട് വിൽ ബി ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫ്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ ഇക്വേഷൻ ആയിരുന്നു അല്ലെ, പക്ഷെ ഇത് ഒരു എസ്സേ ആയിട്ട് വരുന്ന സാധനമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വിക്കായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?